നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വാട്ട് ബേട്ടി? അമ്മ എത്രയും വേഗം ആ ഹരിപ്രിയ ഇവിടുന്ന് പറഞ്ഞയക്കണം, അല്ലെങ്കിൽ ഞാൻ ചങ്ക് പൊട്ടി ചത്തുപോവും. അവൾ ഇനി ഇവിടുന്ന് തിരിച്ചു പോകുന്നില്ലെന്നാ പറയുന്നത്. അത് നിനക്കെന്താ കുഴപ്പം? കുഴപ്പം എനിക്കല്ല, എന്റെ ഭർത്താവിനാ. ഭർത്താവിന് കുഴപ്പം വന്നാ അത് ഭാര്യയ്ക്കും കൂടി കുഴപ്പമല്ലേ അമ്മ? അതുകൊണ്ട് അമ്മ ഇന്ന് തന്നെ അവളോട് ഇവിടുന്ന് പോവാൻ പറയണം. ആഹാ, മതി മതി മതി, നിന്റെ അഭിനയൊക്കെ നിർത്ത്. ആ, ഇതിനേക്കാൾ ഭേദം ആ ഹരിപ്രിയെ കൊണ്ട് തന്നെ അവനെ കെട്ടിക്കുന്നതായിരുന്നു. ഓ, അത് ശരി. അപ്പൊ അതായിരുന്നു മനസ്സിലിരിപ്പല്ലേ? ഇപ്പോഴത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, പണ്ട് ഞാൻ ആലോചിച്ച കാര്യാ പറഞ്ഞത്. അപ്പോഴല്ലേ നീ ഇടയ്ക്ക് കയറി വന്നേ. പഴയ ഉദ്ദേശം ഇപ്പോഴേ മനസ്സിലുണ്ടോ? എന്റെ മനസ്സിലില്ല, പക്ഷേ അവളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാണും, അതുകൊണ്ടാണല്ലോ അവള് പറഞ്ഞത് ഇനി ഇപ്പൊ എങ്ങോട്ടും തിരിച്ചു പോകുന്നില്ലാന്ന്. മനസ്സിലായി മനസ്സിലായി, എനിക്കെല്ലാം മനസ്സിലായി. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം ഉണ്ടല്ലോ, അത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. സമ്മതിക്കില്ല, ഞാൻ ചത്താലും സമ്മതിക്കില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് ഹരിപ്രിയ ഇവിടുന്ന് പറഞ്ഞു വിട്ടില്ലെങ്കിലുണ്ടല്ലോ, ചിലപ്പോ ഞാനൊരു കൊലപാതകയായി പോകും. കണ്ണ, അവളെ കില്ലർ ജ്യോതി ആക്കോ എന്റെ കണ്ണ. നമുക്ക് പോയാലോ? ഏട്ടാ, ഏട്ടന് ഓർമ്മയുണ്ടോ സുപ്രിയ ആദ്യം ഈ ക്യാമ്പസിൽ എവിടെ വെച്ചാ കണ്ടേന്ന്? ഇവക്കെന്താ ആ ഹിറ്റ്ലറിനോട് ഇത്രയ്ക്ക് അങ്ങ് പറയാനുള്ളത്? ആവശ്യമില്ലാത്തൊക്കെ എന്റെ ഭർത്താവിനെ ഓർമ്മിപ്പിക്കാനുള്ള പണിയാ ഇവളുടേത്. ഏട്ടൻ ഓർക്കുന്നില്ലേ? ഇല്ല, ഓർക്കുന്നില്ല. ഓ, പഴയ ഓർമ്മകൾ കയവിറക്കായിരിക്കും. അയ്യാടാ, നിൽക്കുന്ന നിപ്പുണ്ടില്ലേ? ചെന്ന് 4 ചീത്ത പറഞ്ഞ് രണ്ടിനും കൂടി ഇവിടെ നിന്ന് ഓടിച്ചാലോ? അല്ലെങ്കിൽ വേണ്ട, എന്താ ഉദ്ദേശം നോക്കാം. ഒരു ഷാജഹാൻ നിൽക്കുന്ന കണ്ടില്ലേ? ഇത് താജ്മഹലാണെന്നാ വിചാരം. DK ഇപ്പൊ അതൊന്നും ഓർക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അതൊക്കെ അവൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതിന് സോറി പറയാൻ വന്നതായിരുന്നല്ലോ നിങ്ങളുടെ ബന്ധത്തിന്റെ തുടക്കം. അതെ, അന്ന് ഫ്രഷേഴ്സ് ഡേ ആയിരുന്നു. സീനിയേഴ്സ് ആരോ റാഗ് ചെയ്യാൻ ശ്രമിച്ചതിനിടയിൽ ഓടി വന്ന വരവില എന്നെ ഇടിച്ചത്. അതിന് സുപ്രിയ മാപ്പ് പറഞ്ഞത് ഓർമ്മയില്ലേ? ഓർമ്മയുണ്ടോന്നോ? അതൊന്നും മറക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ നേരത്തെ ചോദിച്ചപ്പോ ഓർമ്മയില്ലെന്ന് പറഞ്ഞതോ? അതൊന്നും ഓർക്കാൻ എനിക്കിപ്പോ ഇഷ്ടമല്ല. സുപ്രിയ പോയി. കുറെ കാലം ഞാൻ ആ ഓർമ്മകളിൽ ജീവിച്ചു. ഇപ്പൊ ജ്യോതിയാണെല്ലാം. ജ്യോതിയെ വേദനിപ്പിക്കുന്ന ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല. അത്രമാത്രം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ സുപ്രിയക്കൊന്നും മറക്കാൻ കഴിയില്ല. ഇല്ലെങ്കിൽ പിന്നെ അവൾ ഈ ഡയറി എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുമായിരുന്നില്ല. ഡയറിയോ? ഓ, പഴയ മെമ്മറീസ് ഒക്കെ എഴുതി വെച്ച ഡയറി ആയിരിക്കും. ചെന്ന് പിടിച്ചു വാങ്ങിച്ചങ്ങ് ദൂരെ എറിഞ്ഞാലോ? ഒരു ഡയറി കൊണ്ട് വന്നിരിക്കുന്നു. ഇവളെ ഞാനിന്നു ഒന്ന് തുറന്നു നോക്ക പോലും ചെയ്യുന്നില്ലേ? വേണ്ട, ഇനി അതൊന്നും
ആവർത്തിച്ച് കേൾക്കാനോ വായിക്കാനോ പറ്റില്ല എനിക്ക്. അവള് തേഞ്ഞു. കുശനിക്കാരനത് തുറന്നു പോലും നോക്കിയില്ല. ഓർമ്മകളുടെ ഓരോ പൊട്ടും പൊടിയും എല്ലാം അവൾ ഇതിൽ കുറിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടെ ഇത് തുറന്നു നോക്കുന്നതാ എനിക്കിപ്പോ ഏറ്റവും വലിയ സന്തോഷം. ഈ ക്യാമ്പസിന്റെ ഓരോ മൂലയിലും സുപ്രിയയുടെ ഗന്ധമുണ്ട് അല്ലേ ഏട്ടാ? ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഉറപ്പില്ല. അതിനുശേഷം എത്ര പേമാരിയും കൊടുങ്കാറ്റും വന്നുപോയി. പുതിയ തളിരുകൾ വന്നു, മരങ്ങൾ വളർന്നു. ശരിയാ, കൊടും വേനലിൽ സുപ്രിയയുടെ ഓർമ്മകൾ പോലും കത്തിക്കരിഞ്ഞു പോയിട്ടുണ്ടാവും. എന്നാലും എനിക്ക് അവളെ കുറിച്ച് ഓർക്കാൻ ഇത് മാത്രല്ലേ ഉള്ളൂ. കരയുന്ന എന്തിനാ? മരിച്ചവര് തിരിച്ചു വരില്ല. പക്ഷെ ജീവിതം മുന്നോട്ട് പോയേ പറ്റൂ. ഒരു ദിവസത്തേക്കെങ്കിലും ഈ മരിച്ചവരൊക്കെ ഒന്ന് തിരിച്ചു വന്നിരുന്നെങ്കിൽ അല്ലേ? ഞാനിപ്പോ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. സുപ്രിയ തിരിച്ചു വരുമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. അതിനുവേണ്ടി കാത്തിരുന്നു. അവളുടെ ഓർമ്മകളെ പോലും ഞാൻ സ്നേഹിച്ചിരുന്നു. പക്ഷേ അവളിപ്പോ ജ്യോതിയാണ്. ഇത് മറ്റാരും പറഞ്ഞല്ല, കുടജാതിരി വെച്ച് സുപ്രിയ തന്നെ പറഞ്ഞ. അന്നു മുതൽ സുപ്രിയൻ ജ്യോതിയും എനിക്കൊന്നാ. ഈശ്വര, ജ്യോതിയോടുള്ള ഈ സ്നേഹത്തിന് മുന്നിൽ ഞാൻ എങ്ങനെ പറയും ഞാൻ ഹരിപ്രിയയല്ല സുപ്രിയയാണെന്ന്? വേണ്ട, പറയണ്ട. തിരിച്ചു പോകേണ്ടവളാ ഞാൻ. പോയേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.